ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സർക്കസ് കൂടാരത്തിൽ പുതിയ അതിഥി എത്തി. സുന്ദരനായ ആനക്കുട്ടിയാണ് പുതിയ അതിഥി. ചെറുപ്പത്തിൻ്റെ കുട്ടിക്കുറുമ്പുകൾ കാട്ടിത്തുടങ്ങിയപ്പോൾ പരിശീലകൻ അവൻ്റെ കാലിൽ ഒരു കയറിട്ട് അവനെ ബന്ധിച്ചു. ബന്ധനത്തിലായ അവൻ കയർ പൊട്ടിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും കാലിൽ മുറിവുകളുണ്ടായി എന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ഉണ്ടായില്ല. കാലം കടന്നുപോയി. ഇന്ന് നല്ല കൊമ്പൊക്കെയുള്ള മനോഹരമായ ചെവികളുള്ള നല്ലൊരു കുട്ടിക്കൊമ്പനായി അവൻ മാറിയിരിക്കുന്നു. ആ സർക്കസ് കൂടാരത്തിൽ കടന്നു വരുന്ന ഏവരെയും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരാളായി മാറി പഴയ കുട്ടിക്കൊമ്പൻ. ഒരിക്കലും ഒരു ഗവേഷകൻ ഈ സർക്കസ് കൂടാരത്തെക്കുറിച്ച് പഠിക്കാനെത്തി. അവിടുത്തെ കാഴ്ചകളും ജീവികളുടെ കൂടുകളും ഒക്കെ സന്ദർശിക്കുന്നതിനിടയിലാണ് അയാൾ ഈ കുട്ടിക്കൊമ്പന്റെ അടുത്തെത്തിയത്. ഒരു കയറുകൊണ്ട് ആനയെ ബന്ധിച്ചിരിക്കുന്നത് കണ്ട അയാൾ അതിശയപ്പെട്ടു. അദ്ദേഹം പരിശീലകനോട് ചോദിച്ചു, ഇതെന്താണ് ആനയെ ചങ്ങല കൊണ്ട് ബന്ധിക്കാതെ കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്? ആനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കയർ പൊട്ടിച്ച് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ലേ? പരിശീലകൻ പറഞ്ഞു, ആന കുട്ടിയായിരുന്നപ്പോൾ അവൻ കുറെ ശ്രമിച്ചതാണ് കയർ പൊട്ടിക്കാൻ. എന്നാൽ അന്ന് അവനത് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് അവന് അതിനുള്ള കഴിവുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ താൻ ബന്ധനസ്ഥനാണെന്നും തനിക്ക് ഈ കയർ പൊട്ടിക്കാൻ കഴിയില്ല എന്നുമുള്ള ചിന്തയുണ്ട്. അവൻ്റെ മനസ്സിലെ ആ വിശ്വാസത്താലാണ് കയറിൻ്റെ ബലത്തിൽ അവനെ കെട്ടിയിരിക്കുന്നത്. ചില മനുഷ്യരൊക്കെ ഇന്ന് പലപ്പോഴും ഇതേ അടിമത്തത്തിലാണ് ജീവിക്കുന്നത്. പണ്ടെന്നോ പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യത്തിൻ്റെ പരാജയഭീതിയാൽ തനിക്ക് ഇനി അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന അന്ധമായ വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ മാറിയതും ജീവിതത്തിലെ അനുഭവങ്ങളും പരിശീലനവും അറിവുമൊക്കെ നമ്മെ കൂടുതൽ സഹായിക്കുമെന്ന തിരിച്ചറിവിലേക്കും വളരുവാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ പരിമിതികൾ സൃഷ്ടിച്ചെടുക്കുന്നത് നാം തന്നെയാണ് എന്ന് തോന്നാറുണ്ട്. ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ദൈവത്തോട് മോശ പറയുന്ന പരിമിതികൾ ഏറെയാണ്. ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ, ഈ ദൈവം ആരെന്ന് പറയുവാൻ എനിക്ക് അറിയില്ല, അവർ എന്നെ വിശ്വസിക്കുകയില്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്, വേറെ ആരെങ്കിലും അയക്കണമേ തുടങ്ങി മോശയുടെ മറുത്തുനിൽപ്പ് വളരെയേറെയാണ്. എന്നാൽ ദൈവിക അനുഗ്രഹത്താൽ മോശ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഭൂതകാലത്തിലെ കുറവുകളിൽ ബന്ധനസ്ഥരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിമിതികളെയെല്ലാം അതിജീവിച്ച് നിത്യമായ വിമോചനത്തിലേക്ക് മുന്നേറേണ്ടവരാണെന്ന്. ജീവിതത്തിൽ എന്നോ സംഭവിച്ചു പോയ പരാജയങ്ങളെയും കുറവുകളെയും മറന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.